പരമാത്മഭാവത്തിന്റെ മുദ്രയായ ഓംകാര ശബ്ദത്തിൽ അകാരം, ഉകാരം, മകാരം, അർദ്ധമകാരം എന്നീ 4 അക്ഷരങ്ങൾ അടങ്ങിയിരിക്കുന്നു. അകാരം പരമാത്മാവിന്റെ സ്ഥൂല ശരീരത്തെയും, ഉകാരം സൂക്ഷ്മ ശരീരത്തെയും, മകാരം മൂലപ്രകൃതിയെയും, അർദ്ധമകാരം ശുദ്ധ ചൈതന്യഭാവത്തെയും സൂചിപ്പിക്കും. ഓംകാരമൂർത്തിയായ ശിവചൈതന്യത്തിനും ഇതുപോലെ 4 ഭാവങ്ങളുണ്ട്. ഉമയോടുകൂടിയ പരമേശ്വരനായും, സർവശക്തിയുക്തനായും, ത്രിലോചനനായും, നീലകണ്ഠനായും ഭഗവത് ഭാവങ്ങൾ തെളിയുന്നു. ഈ ഓംകാര ബ്രഹ്മഭാവനെ അവതാര പുരുഷന്മാരും ആരാധിക്കുന്നു. ജീവിത പരിപൂർണതയ്ക്കും ദുഃഖരഹിതമായ പരമാനന്ദ പ്രാപ്തിക്കും ബ്രഹ്മസാക്ഷാത്കാരമാണ് ഉപാധിയെന്ന് ശ്രീകൃഷ്ണൻ അർജുനനോടുള്ള ഉപദേശമായി ഭഗവത്ഗീതയിൽ പ്രഖ്യാപിക്കുന്നു. ആത്മലക്ഷണം വിവേചിച്ചറിയുന്നതിനാൽ വിവേകികൾക്ക് ആത്മസാക്ഷാത്കാരവും, ആത്മാവ് തന്നെ ബ്രഹ്മമാകയാൽ ബ്രഹ്മസാക്ഷാത്കാരവും, ബ്രഹ്മസാക്ഷാത്കാരത്താൽ ബ്രഹ്മാനന്ദവും അനുഭവസിദ്ധമാകുമെന്ന തത്വാർത്ഥ പൊരുളും ഭഗവാൻ പാർത്ഥസാരഥി പകർന്നു നൽകുന്നുണ്ട്. തത്ക്ഷേത്രം യച്ഛയാദൃച്ഛ യദ്വികാരി യദച്ഛയത് സചയോ യത്പ്രഭാവശ്ച തസ്മാത്സേന മേ ശൃണുഃ.